വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു അത്ഭുത സസ്യത്തെയാണ്. ഇതിപ്പോൾ എന്താ അങ്ങനെ പറയണേ വിചാരിക്കേണ്ട, റോസ്മേരിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. റോസ്മേരിനെ അത്ഭുത സസ്യം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെ ഒരു നിരവധി കാര്യങ്ങളുണ്ട്. കാരണം അത്രയധികം ഗുണങ്ങൾ നിറഞ്ഞ ഔഷധ അലങ്കാര സസ്യമാണ് നമ്മുടെ റോസ്മേരി. റോസ്മേരിനസ് ഓഫീസിനാനിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതൊരു മധ്യധരണ്യാഴി തദ്ദേശവാസിയാണ്. കൂടാതെ ഇതിൽ നീല, പിങ്ക്, പർപ്പിൾ, വെള്ള അങ്ങനെ 4 നിറത്തിലുള്ള പൂക്കൾ ഇതിൽ കണ്ടുവരാറുണ്ട്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സുഗന്ധം തന്നെയാണ്. സുഗന്ധപൂരിത സസ്യമാണ് റോസ്മേരി. റോസ്മേരി ഓയിലിനെ പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും. ആരോമ തെറാപ്പിയിലൊക്കെ ധാരാളമായിട്ട് റോസ്മേരി ഓയിലാണ് ഉപയോഗിച്ച് വരുന്നത്. അതിന് നിരവധി റിസൾട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഈജിപ്റ്റ് അങ്ങനെയുള്ള ദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. ഇംഗ്ലണ്ട്, ഇറ്റലി, ഈജിപ്തിലൊക്കെ ധാരാളമായിട്ട് കാണുന്നു പറഞ്ഞു. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണ് ഇത് പൊതുവെ ഉള്ളത്. ഇനി ഇത് ഒരു ഭക്ഷണത്തിൽ നമുക്ക് ചേർക്കാവുന്ന ഒരു സസ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഓർമ്മശക്തി കൂട്ടുന്നതിൽ അതികേമനാണ് റോസ്മേരി. അതൊക്കെ എങ്ങനെയാണെന്നാണ് അല്ലേ. അതായത് പുറമേ രാജ്യങ്ങളിലുള്ളവരെല്ലാവരും തന്നെ നമ്മളിവിടെ കേരളീയർക്ക് കറിവേപ്പിലില്ലാതെ കൂട്ടാനില്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെയാണ് അവർ റോസ്മേരി ചേർക്കാത്ത ഭക്ഷണം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നാണ്. അതായത് ഇപ്പോൾ സൂപ്പ്, സാലഡുകൾ അങ്ങനെ എന്തു തന്നെയായിട്ട് അവരുടെ എല്ലാ ഭക്ഷണത്തിലും തന്നെ ഈ റോസ്മേരിയുടെ ഇലകൾ ചേർത്തിട്ടാണ് അവർ കഴിക്കുന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. നിരവധി വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈ റോസ്മേരി. വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഈ റോസ്മേരിയുടെ വിശേഷം ഇവിടെ കൊണ്ട് തീരണില്ല കേട്ടോ. അതായത് വിറ്റാമിൻ ഇ, സി, വിറ്റാമിൻ 12 അതുപോലെ തന്നെ നിരവധി ധാതുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സുഗന്ധം കാരണമാണ് ഇതിന് പെർഫ്യൂം ഉപയോഗിക്കാനായിട്ട് കാരണം ഇതിൻ്റെ സുഗന്ധമാണ്. ഇതിൻ്റെ തൈലം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. താരൻ പോവാൻ വളരെ നല്ലതാണ്. നമ്മൾക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞാൽ തന്നെ നല്ല സുഗന്ധപൂരിതമാണ് മുടിയെല്ലാം തന്നെ. ഇനി ഇതിനപ്പുറം ഭക്ഷണത്തിൽ നമ്മൾ പറഞ്ഞു, സാലഡിൽ അല്ലെങ്കിൽ സൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഇത് നിത്യജീവിതത്തിൽ എങ്ങനെ എടുക്കാം എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇനി നമ്മൾ ഒരു കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ അതിൽ റോസ്മേരിയുടെ ഇലകളിട്ട് കുടിച്ചാൽ ഒരു വ്യത്യസ്തമായൊരു രുചിയും ഒപ്പം തന്നെ ഗുണവും നമുക്ക് കിട്ടും. എന്താ ഇപ്പോൾ ഗുണം എന്നല്ലേ. റോസ്മേരിയുടെ ഇലയ്ക്ക് എന്താ പറയുക, ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ഗുണമുണ്ട്, വയറ് ശുദ്ധാക്കാനുള്ള ഗുണമുണ്ട്. നിരവധി പറഞ്ഞല്ലോ വിറ്റാമിനും ധാതുക്കളും ഒക്കെ ഉള്ളതാണ്. അതിനപ്പുറം നമ്മൾ രുചികരമായ ചായയെ തേടി പോകുന്നവരാണ് മലയാളികളെല്ലാവരും അല്ലേ. അപ്പം കട്ടൻ ചായയിൽ റോസ്മേരി ഇലകൾ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അവിടെ കൊണ്ടും തീർന്നില്ല. സുഗന്ധമുള്ള ചെടിയാണ് പറഞ്ഞു അല്ലേ. നമുക്ക് മുറിക്കുള്ളിൽ അലങ്കാരമായിട്ട് വെക്കാം. അതായത് വെളിച്ചം കിട്ടാവുന്നിടത്ത് വെക്കണം കേട്ടോ. മുറിയെ ശുദ്ധീകരിക്കാനായിട്ട്, വായു ശുദ്ധീകരിക്കാനും ഒപ്പം തന്നെ സുഗന്ധമുള്ള ഒരു വായു അവിടെ പ്രദാനം ചെയ്യാനും ഈ റോസ്മേരി വേണ്ടിയിട്ടുണ്ട്. ഇനി അവിടെയും തീർന്നില്ല അതിൻ്റെ വിശേഷം. ഇത് നല്ലൊരു അണുനാശിനി ആണ്. ഇത് നമുക്ക് കൊതുകുനാശിനിയാണ്, അണുനാശിനിയാണ്. റോസ്മേരിയുടെ ഗന്ധം നമുക്ക് അത് ഒന്ന് ശ്വസിച്ചാൽ തന്നെ നമുക്ക് എന്താ പറയുക, ഇലയൊന്ന് തൊട്ടാൽ തന്നെ നല്ല ഗന്ധമാണ്. അപ്പോൾ പിന്നെ റോസ്മേരി ഓയിലിൻ്റെ കാര്യം പറയുന്നുണ്ടോ. മുടി വളർച്ചയ്ക്ക് ഉത്തമം എന്നല്ല, അത്യുത്തമം എന്ന് തന്നെ പറയണം. ഒപ്പം തന്നെ താരൻ പോവാനും നല്ലതാണ്. റോസ്മേരി എണ്ണയിൽ കർപ്പൂരത്തിൻ്റെ സാന്നിധ്യം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂടാതെ ഇത് നമ്മൾക്ക് ശ്രദ്ധ കിട്ടാനായിട്ട്, അതുപോലെ തന്നെ ഉറക്കം, അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിന്, ദഹനത്തിന്, അങ്ങനെ അതുകൂടാതെ പ്രതിരോധശേഷിക്ക്, രക്തചംക്രമണം കൂട്ടാനായിട്ട്, അങ്ങനെ റോസ്മേരിയുടെ ഗുണങ്ങൾ എത്രമാത്രം പറഞ്ഞാലും തീരില്ല. അതായത് എങ്ങനെ എടുത്താലും നല്ലത് മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മുടെ റോസ്മേരി. ഇനിയിപ്പോൾ ഇതിനപ്പുറം എങ്ങനെയാ ഒരു വിശേഷണം പറയാല്ലേ. ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അത്ഭുത സസ്യം എന്ന് പറഞ്ഞത് ഒട്ടും കൂടി പോയില്ല എന്നുള്ളത്.
ഇതിന് വരൾച്ചയെ അതിജീവിക്കാനായിട്ടുള്ള കഴിവുള്ള ചെടിയാണ് കേട്ടോ. ഇനി ഇതിനപ്പുറത്ത് UK നോർത്തംബ്രിയ സർവകലാശാല അവർ ഈ റോസ്മേരിയെ വെച്ചൊരു പഠനം നടത്തുകയുണ്ടായി. അതായത് 10നും 11നും ഇടയിൽ വയസ്സുള്ള കുട്ടികളെ 40ഓളം കുട്ടികളെ എടുത്ത് റോസ്മേരി തൈലം തളിച്ച ഒരു മുറിയിലും അതില്ലാത്ത ഒരു മുറിയിലും, അങ്ങനെ 2 മുറിയിൽ ഈ കുട്ടികളെ താമസിപ്പിച്ചുകൊണ്ടാണ് അവർ ഗവേഷണം നടത്തിയത്. അതിൻ്റെ റിസൾട്ട് അതിശക്തമായിരുന്നു. അതായത് റോസ്മേരി ഗന്ധമുള്ള മുറിയിൽ താമസിച്ച കുട്ടികൾക്ക് ഓർമ്മശേഷി, അതായത് IQ ലെവൽ നല്ല രീതിയിൽ കൂടിയതായിട്ട് കണ്ടെത്താൻ സാധിച്ചു. അതായത് റോസ്മേരിയുടെ തൈലത്തിന് അത്രമാത്രം നമ്മളുടെ അതിൻ്റെ ആ ഗന്ധം അതിന് വളരെ ശക്തി ഉണ്ടെന്ന് തെളിയിച്ച ഒരു ഗവേഷണമായിരുന്നു അത്. ഓർമ്മശക്തി കൂട്ടാനായിട്ട്, നമ്മുടെ IQ ലെവൽ കൂട്ടാനൊക്കെ അത്രയും ഗുണമുള്ള ഒന്നാണ് നമ്മുടെ റോസ്മേരി. എല്ലാ ചെടികൾക്കും പുറകിലൊരു വിശ്വാസം ഒളിച്ചിരിപ്പുണ്ടാവും അല്ലേ? നമ്മൾ ഓരോ ചെടികൾ പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ പറയും. അതുപോലെ റോസ്മേരിക്ക് ഉണ്ട്, റോസ്മേരിയുടെ പുറകിലുണ്ട് കുറച്ച് വിശ്വാസങ്ങൾ. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ തലയിണയുടെ കീഴിൽ റോസ്മേരിയുടെ ഇലകൾ കൊണ്ടുവച്ചാൽ പേടി സ്വപ്നം കാണില്ല എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളെ പേടി സ്വപ്നം കാണുന്നു പറയുമ്പോൾ റോസ്മേരിയുടെ ഇലകളെടുത്ത് തലയിണയുടെ കീഴിൽ കൊണ്ടുവയ്ക്കും. എന്താ അപ്പം അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യം. ഒന്ന്, റോസ്മേരിയുടെ ഗന്ധം പറഞ്ഞുല്ലോ, ഉറക്കം കൂട്ടാൻ വളരെ നല്ലതാണ്. നല്ല ഉറക്കം കിട്ടിയാൽ പേടി സ്വപ്നം കാണില്ല. അപ്പോൾ അതൊരു കുഞ്ഞു വിശ്വാസമാണ്. അതിനപ്പുറം ഒരു വിശേഷം കൂടി ഉണ്ട്. റോസ്മേരിക്ക് റോസ്മേരി എന്ന പേര് വരുന്നതിന് പുറകിലൊരു കഥ തന്നെയുണ്ട്. അതായത് ഹെറോദസ് രാജാവ് അദ്ദേഹം കുട്ടികളെ വധിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായി. ആ സമയത്ത് മേരി മാതാവും ജോസഫും കൂടിയിട്ട് ഉണ്ണി യേശുവിനെ എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. ഭടന്മാരിൽ നിന്നും പടയാളികളിൽ നിന്നും ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മേരി മാതാവ് അവിടെ കണ്ട വെളുത്ത പൂക്കളുള്ള ഒരു കുറ്റിച്ചെടിയുടെ ഇടയിൽ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ വെളുത്ത പൂക്കളുള്ള കുറ്റിച്ചെടി മേരി മാതാവിൻ്റെ നീലങ്കി, മറിയത്തിൻ്റെ നീലങ്കി ആ കുറ്റിച്ചെടിയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ സ്പർശിക്കുകയുണ്ടായി. ആ നിമിഷം തന്നെ ആ വെളുത്ത പൂക്കളെല്ലാം തന്നെ നീല നിറമായി എന്നാണ് ആ കഥ. റോസസ് മേരി എന്ന ആ ചെടി അന്നു മുതലാണ് ലോപിച്ച് റോസ്മേരി എന്നായി മാറിയത്. പറഞ്ഞല്ലോ, റോസ്മേരിക്ക് വെളുത്ത, നീല, പിങ്ക്, പർപ്പിൾ 4 നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ നീല നിറത്തിലെ പൂക്കളുടെ പുറകിലുള്ള കഥയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഓരോ ചെടിക്കും നിരവധി കഥകൾ, നിരവധി വിശ്വാസങ്ങൾ, നിരവധി ഔഷധ ഗുണങ്ങൾ എല്ലാം നമ്മളോട് പറയാനുണ്ട്. അറിയാതെ പോകുന്നത് നമ്മൾ മാത്രമാണ്, ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മളാണ്. സകലകലാ വല്ലഭയായ റോസ്മേരി എന്ന രാജകുമാരിയെ സകല ഭാവത്തിലും നമുക്ക് എടുക്കാം. അതിൻ്റെ കഥകൾ, അതിനു പുറകിലുള്ള വിശ്വാസങ്ങൾ, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാം നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരും ഇതിനെയെല്ലാം ചേർത്ത് പിടിക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം. അതിനു മുമ്പായിട്ട് ഈ റോസ്മേരിയുടെ കഥയായാലും നിരവധി ഗുണങ്ങളായാലും എന്നിലേക്ക് എത്തിച്ചു തരുന്ന എൻ്റെ ഗുരുക്കന്മാരാണ്. അവരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. കൂടുതൽ അറിവുകൾ, കൂടുതൽ സസ്യങ്ങളെ പറ്റി പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരുടെയും അനുഗ്രഹവും എനിക്ക് വേണം. കൂടാതെ ഇനിയും മറ്റൊരു സസ്യത്തിൻ്റെ അറിവുമായി നിങ്ങളിലേക്ക് എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും തന്നെ വൃന്ദാവനം സന്ദർശിക്കണം, വൃന്ദാവൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഔഷധ സസ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള അലങ്കാര സസ്യവുമായിട്ട് ഞാൻ വരാം. അതുവരെ നമസ്കാരം.